നിന്നെ തലവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എന്നെ അയച്ചിരിക്കുന്നത്. നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എന്താ ചേട്ടാ? എനിക്ക് തലവന്റെ അടുത്തൊന്നും പോകാൻ വയ്യ. എനിക്ക് എന്റെ ചേട്ടനെയും മതി. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാൻ? ചേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലെ ഇരിക്കാൻ എനിക്ക് വയ്യ. ഈ ചേട്ടൻ എന്നോട് ഒരു സ്നേഹവുമില്ല. അയ്യോ, മുടിഞ്ഞ സ്നേഹമല്ലേ? വാ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്താ ചേട്ടാ വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അല്ല, അത് നീ ഇങ്ങനെ പ്രേമിച്ചു കളഞ്ഞു ഞാൻ കരുതിയോ? ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, എന്റെ ചക്കരക്കുട്ട. അയ്യോ, ഇനി ഒരു ഉപകാരം ചെയ്യണം. എന്താ സുഹൃത്തേ, പറയൂ. 2 തെമ്മാടികൾ എന്റെ പുറകെ നടന്ന് വലിയ ശല്യം ഉണ്ടാക്കുന്നു. തെമ്മാടികളെന്ന് മാത്രം പറഞ്ഞാ പോരാ, 2 നാണം കെട്ടവന്മാർ. പറയൂ. പറയട്ടെ? പറയൂ. ഒരാൾ എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ. എവിടെ? അതാ അവിടെ. പാവം ചെറുക്കൻ പോവാൻ പറയുന്നത്. അത് പറഞ്ഞാ പറ്റില്ല. അവന്റെ അഹങ്കാരം ഒന്ന് തീർത്തേ മതിയാവും. ചേട്ടൻ എന്നോട് സ്നേഹമില്ലെങ്കിൽ അത് പറ. അങ്ങനൊന്നുമില്ല. അത് ശരി. എന്ന് നിന്നെ തന്നെ. എടാ, ഞാൻ ഒരു ഇടി അടിക്കും, നീ അങ്ങ് ക്ഷമിച്ചേക്കണം. നിന്റെ കാര്യം നടന്നില്ല, ഞാനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഉണ്ട്. ചേട്ടൻ ഇത്രയും ബലമേ ഉള്ളുവെങ്കിൽ ഈ ചേട്ടനെ എനിക്ക് വേണ്ട. അതൊന്നുമല്ല, ഇവൻ പാവം ചെറുക്കൻ ഒരു കൂടെ ചത്തുപോലെന്ന് വിചാരിച്ചിട്ടില്ലേ? നോക്കിക്കോ. എങ്ങനെയുണ്ട്? ഈ ബലവും പോരാ. എന്നാ നോക്കിക്കോ. എന്റെ മേലെ നോക്കുമ്പോ ഞാൻ ആ ചീത്ത വിട്ടു വേഗം വിട്ടു. അവള് കാണും. നിന്നോടാ നിന്നെ അടിക്കരുതെന്ന്. നീ എന്തിനടിച്ചു? നിന്നോട് വേഷം കെട്ടല്ലേ പറഞ്ഞു. റാസ്കൽ, അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ അടിച്ചത്. എന്തിന്? അവള് പറഞ്ഞ ഇടിച്ചു. അവള് പറഞ്ഞ നീ ഇടിക്കൂടാ. ഇടിക്കും. എന്റെ സഭതയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അല്ല സഭേ? അവളവിടെ പാട്ടിന് പോയടാ. അവള് പോയി. പിന്നെ ആർക്ക് വേണ്ടിയാടാ ഇടിയൊക്കെ ഇടിച്ചത്? ഏതായാലും പറ്റിയത് പറ്റി.
ഇനിയിപ്പോ ആരോടും പറയണ്ട. വീട്ടിൽ പോവാ, വല്ല കുഴമ്പൂട്ട് തിരുമ. ഇനിയിപ്പോ അതുമെല്ലാം ചെയ്യാം. എന്താണമ്മേ വല്ലാത്തൊരു മാറ്റം? ഒന്നുമില്ല. അമ്മ ഉറങ്ങുന്നില്ലേ? ആ വരും. അദ്ദേഹം വന്നില്ലേ? ഗോവിന്ദ് സിംഗ് പണ്ട് ഈ ഗ്രാമത്തിൽ പല അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ കിട്ടിയാൽ നാട്ടുകാർ വെറുതെ വിടൂല. ഈശ്വര, ഇനിയും ഞാൻ എത്ര കാലം ഈ ദുഃഖം അനുഭവിച്ചു കഴിയും? എന്നോടൊപ്പം വരൂ, ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്ത് കയറിക്കൊള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോഴേ എന്ന് തുടങ്ങി ഈ പുതിയ പരിപാടി? ഈ നാട്ടിൽ ചുണയുള്ള ആമ്പിള്ളേരുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റഹീം, നീ ചെറുപ്പമാണ്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല. ആ, പറയാണ്ട് തന്നെ നമുക്കെല്ലാം മനസ്സിലായി. ഞങ്ങളെ അങ്ങനെയങ്ങ് മണ്ടന്മാരാക്കാതെ സാറേ. ദയവ് ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഞാനിപ്പോ ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നിങ്ങളൊരു നല്ല സ്ത്രീയാണ് നമ്മൾ വിചാരിച്ചത്. ഇനി പണി ഇവിടെ നടക്കൂല. ദൈവമേ, ഇതെന്തൊരു അഗ്നി പരീക്ഷണമാണ്! ഇതുപോലൊരു ധർമ്മസങ്കടം ലോകത്തിൽ ആർക്കും ഉണ്ടാക്കരുതേ. മര്യാദയ്ക്ക് നിങ്ങൾ ഈ സ്ത്രീയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞാൻ ഇവരെയും കൊണ്ടേ പോകൂ. എങ്കിലും അതൊന്ന് കാണണമല്ലോ. റഹീം, നിന്നെ അടിച്ചു നിലത്തിട്ടിട്ട് ഇവരെയും കൊണ്ട് പോകാൻ എനിക്ക് കഴിയും. പക്ഷേ എന്തുകൊണ്ടോ നിന്നെ എതിർക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിന്റെ മുഖത്ത് നോക്കുമ്പോ എന്റെ സർവശക്തിയും നിലച്ചു പോകുന്നത് പോലെ. ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഈ നാണക്കേടും സഹിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. എല്ലാരും പോണം 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 പോണം. ആ വരി. പാർവതി വന്നില്ലേ? എനിക്കവനെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഗോവിന്ദ് സിംഗ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്റെ ഭാര്യയും മോളെയും കാണാൻ. നിങ്ങളിപ്പോ പോകരുത്. പോയാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തകരും. ജീവിച്ചിരിക്കുന്ന ഭാര്യയും മകളെയും കാണാൻ കഴിയാത്ത ലക്ഷ്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ പോവും. ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞാൻ തടയുന്നില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണുന്നത് മരിച്ചും മരവിച്ച എന്റെ ശരീരമായിരിക്കും.
നിങ്ങൾ പോയില്ലേ? എനിക്കെന്റെ ഭാര്യയെക്കാളും മകളെക്കാളും വലുത് നിങ്ങളുടെ ജീവനാണ്. ഗോവിന്ദ് സിംഗ്, കുമാർ, അമ്മ സമ്പാദിക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേല്. നാട് മുഴുക്ക പാട്ടായി നിന്റെ അമ്മയുടെയും ചരിത്രം. എങ്ങോട്ടെങ്കിലും മോളെ, എന്റെ മോളെ എങ്ങും പോകരുത്. ഇനി ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരു നിമിഷം ജീവിച്ചിരുന്നാലും അത് അഭിമാനത്തോടെ ആയിരിക്കണമെന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നീ ഒരിക്കലും ഈ അമ്മയുടെ പരിശുദ്ധിയിൽ സംശയിക്കരുത് മോളെ. പരിശുദ്ധി? നാണമില്ലല്ലോ ആ വാക്കുറിക്കാൻ. ദൈവമേ, ഞാനിവിടെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മോളെ, നീ കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന ചില സത്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ കാപട്യങ്ങളൊന്നും എനിക്ക് കാണണ്ട. ഞാൻ പോകുന്നു. മോളെ, മോളെ. നിക്കടയോടെ. വീട്ടിൽ പോവാം. കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഒരു കാമുകനായിട്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു സഹോദരനായിട്ടെങ്കിലും നിനക്കെന്നെ കണക്കാക്കിക്കൂടെ?